കണ്ണീർ എന്നുള്ള സാധനം ഇത് ലോകത്ത് വളരെ വ്യാപകമായിട്ടുള്ള സാധനമാണ്. നബി പറഞ്ഞ വാക്കുണ്ട് അൽ ഐനു ഹക്കുൻ എന്നുള്ള. ജനങ്ങളെ ഞങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ചു തരാം, പക്ഷെ നിങ്ങൾ ചെയ്യണ ഒറ്റ കാര്യം, ഒരു കാരണവശാലും നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തരുത്. സിഹിറിനുള്ള ഒരു വേർഡിന്റെ അർത്ഥം തന്നെ ഗൂഢത. നമുക്ക് ആർക്കും അതിനെ കുറിച്ച് എന്തില്ല ധാരണ ഇല്ല, അതെന്താണ് ബ്ലാക്ക് മാജിക്, വൈറ്റ് മാജിക്, പിന്നെ ഗ്രാ മാജിക്, സാത്താൻ സേവ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഉണ്ട്. നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ്റെ ആയത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന, നമ്മൾ നെട്ടിപ്പിക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലോകത്തൊരു പ്രതിഭാസമുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചേക്കണോ ഇല്ലെന്നറിയില്ല. ലോകത്തെ എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യനെ ചുറ്റിപ്പറ്റിയാണ്. അത് ബിൽഡിംഗ് ആവട്ടെ, മരങ്ങളാവട്ടെ, മറ്റു എന്ത് വസ്തുക്കളാവട്ടെ, ജീവനുള്ളത്, ജീവനില്ലാത്തത്. അതിൽ തന്നെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചരിത്രകാരന്മാരും പറഞ്ഞു വെക്കുന്നത് തന്നെയാണ്. പഠിച്ചോനും ഖുർആനിലും മറ്റെല്ലാ ഭാഗത്തും അതേ സംഭവം തന്നെയാണ് പറയുന്നത്. അതിലേറ്റവും കൂടുതൽ നമുക്കറിയാത്ത കാര്യങ്ങളാണ്. നമുക്കറിയുന്ന കാര്യങ്ങളുണ്ട്. അറിയുന്ന കാര്യങ്ങളാവട്ടെ അത് പൂർണ്ണമായിട്ടും നമുക്കതിനെക്കുറിച്ച് വിവരമില്ല എന്നുള്ളതാണ്. അത്തരം ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി വരുന്ന ഞങ്ങൾ മാപ്പിള പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ മാപ്പിള കാസ്റ്റ് എന്ന് വിളിക്കുന്ന ഈ പോഡ്കാസ്റ്റിലൂടെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത്തരം ഒരു വിഷയം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നമുക്കറിയാത്ത വിഷയങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ധാരണകളില്ലാത്തൊരു വിഷയമുണ്ട്. അത്തരം ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ചർച്ചയുടെ ഒരു അടിസ്ഥാനം എന്നുള്ളത് ഒരു റീലാണ് അല്ലേ? നമുക്ക് അറിയാം, നമ്മൾ കണ്ട ഒരു റീൽ ഇൻസ്റ്റഗ്രാമിൽ വളരെ വൈറലൊന്നും ആയിട്ടില്ല, എന്നാൽ കുറച്ചൊക്കെ വ്യൂസൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുള്ള ഒരു റീലാണ്. ആ റീലിൽ പറയുന്നത് ഗൾഫ് നാട്ടിലെ ഒരു യുവാവായ വ്യക്തി തന്നെ പറയാം, ഒരു 10-25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ. അയാളെ ഒരു ബോഡി അത്യാവശ്യം നല്ല ഫിസിക്കൊക്കെ, അത്യാവശ്യം നല്ലൊരു ഫിസിക്കുള്ള ഒരാളാണ്. അപ്പോൾ അയാളെ ഫ്രണ്ട്സ് ചെയ്യണത് എന്താ വെച്ചാൽ, ഒരു റൂമിൽ ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്, ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും റൂമിലുള്ള സമയത്താണ്. അപ്പോൾ അവൻ്റെ ബോഡി അവന് എന്താക്കണം, ക്യാമറയിൽ പകർത്തിയിട്ട് അത് ഇൻസ്റ്റയിൽ റീലാക്കിയിട്ടിട്ടാണ്. സുഹൃത്തുക്കൾ പറയുന്നുണ്ട്, രസകരമായിട്ട് പറയുകയാണ്, എന്ത് നല്ല ബോഡിയാണല്ലോ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും എന്തുണ്ട് അങ്ങനെ പറയും, നമ്മളാണെങ്കിലും ഇപ്പം അങ്ങനെ കണ്ടവർ പറയല്ലേ. അപ്പം അതേപോലെ അതിന് ശേഷം അടുത്തൊരാഴ്ച കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തൊരു വേറൊരു വീഡിയോ വരികയാണ്, ഇവരുടെ പേജിൽ നിന്ന് ഒരു വീഡിയോ വരികയാണ്. ഒരു ചങ്ങായിമാരനെയാണ് ആ റീലിട്ടുണ്ട്. ഓനെ എന്താണ് ഇപ്പം ഈ നേരത്തെ ഫിസിക്കലി നല്ല ബോഡിയൊക്കെ ഉള്ള ഒരാളെ കുറിച്ച് പറയാണ്, ഓനെ കണ്ടില്ലോ, അത് അടക്കെടുക്കണ്, കഴിഞ്ഞ ആഴ്ച എന്ത് നല്ലൊരു മനുഷ്യനേനു, ഓനിപ്പോൾ പനി പിടിച്ച് കെടുക്കാണ്. എന്നിട്ട് എന്താണ് ഇവര് പറയാണ്, പരസ്പരം അങ്ങോട്ട് പറയാണ്, ഓനക്ക് കണ്ണീർ തട്ടിയതാവാന്നുള്ളതല്ലേ. ഈ കണ്ണീർ എന്നുള്ള സാധനം ഇത് ലോകത്ത് വളരെ വ്യാപകമായിട്ടുള്ള സാധനമാണ്. അല്ലെ ഈ കണ്ണീർ, ഒരു സിഹിർ എന്നുള്ളതൊക്കെ പറഞ്ഞ സാധനം സമൂഹത്തിൽ വളരെ നോർമലായിട്ടാണ് കണ്ണീറും സിഹിറൊക്കെ എന്നുള്ളതാണ്. ഇത് പക്ഷെ പല ആളുകളും വിചാരിക്കുന്നത് ഇതുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള രണ്ട് ചേരിയിലാണ് ഉള്ളത്. ഞാൻ കുറച്ചും ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതില് അയാള് പറയണത് എവിലൈ, അതായത് കണ്ണീർ റിയൽ ആണെന്ന് പറഞ്ഞിട്ട് അയാളെ സുഹൃത്തുക്കൾ 2-3 കഥയൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ആ വീഡിയോന്റെ കമന്റ് ഒന്ന് എടുത്തു നോക്കി. ആ കമന്റിലാണ് ഫുൾ നെഗറ്റീവ് കമന്റ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കമന്റ് ഉണ്ടല്ലോ, ഫുള്ള് തന്നെയാണ് കണ്ണീർ തട്ടാം, കണ്ണീർ തട്ടാതിരിക്കാം എന്നുള്ളതൊക്കെ വെറും മിത്താണെന്നുള്ള പറഞ്ഞ ആളുകളെ ഒരു പറയുന്ന കല്യാണം നിങ്ങള് ആട്ടാരം വീഴ്ച നടത്തുന്നില്ലൊന്നും പറ്റണില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ ചിലവർക്ക് തട്ടാം, ചിലവർക്ക് തട്ടാതിരിക്കാം എന്നുള്ളതാണ്. ഇതിന്റെ ഒരു അടിസ്ഥാനം എന്താ വെച്ചാൽ ഒരു മതം ഇതിനെ നിഷേധിക്കണില്ല. ഒരു മതം, ഈവൻ നിരീശ്വരവാദികൾ വരെ ഇതെന്തായിട്ടുണ്ട്, അംഗീകരിച്ച കാര്യമാണ് ഇങ്ങനെ കണ്ണീർ ഉണ്ട് എന്നുള്ളതിന് കാര്യമാണ്. പക്ഷെ ഇസ്ലാമിൽ ഇതിൽ വളരെ ബേസ് ആയിട്ടുള്ള സംഭവമുണ്ട്. റസൂലിന്റെ വാക്ക് തന്നെയാണ് അതിലുള്ളത്. നബി പറഞ്ഞ വാക്കുണ്ട് അൽ ഐനു ഹക്കുൻ എന്നുള്ളതാണ്. ആ വേർഡ്, ആ പദപ്രയോഗം ഇസ്ലാമിലെ ഒരു വേർഡ്, അറബിയിലുള്ള ഒരു വേർഡിന്റെ പവർ നല്ലോണ്ട് എന്നുള്ളതാണ് അത് ഉപയോഗിക്കുമ്പോൾ യൂസേജ് എന്നുള്ളത്. അപ്പൊ ഹക്ക് എന്നാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ 100% അത് സംഭവിക്കും എന്നുള്ള കാര്യമാണ്, സംശയമില്ല, അത് യാതൊരു ഡൗട്ടും ഇല്ല എന്നുള്ളതാണ്. സിഹിറിനെ കുറിച്ചും ഖുർആനിൽ ഇതേപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട്, സിഹിർ നമ്മൾ ഇസ്ലാമിൽ അതിനെ വിളിക്കുന്നത് അങ്ങനെയാണ്. പൊതുവെ ഇത് പുറത്തുള്ളത് ബ്ലാക്ക് മാജിക് അങ്ങനത്തെ ടൈമിലൊക്കെയാണ് ആൾക്കാർ എന്താകുന്നത് അതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. റസൂലിന്റെ കാലത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേപോലത്തെ സംഭവം എന്തായിട്ടുണ്ട്, റസൂലിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാ റീലിൽ കണ്ണീറിന്റെ അതേ സെയിം ഒരു വേർഷന്. ഇപ്പൊ ഈ ആമിർ ബിൻ റബിയ എന്ന സ്വഹാബി ഒരിക്കൽ എന്ത് ചെയ്ത്, സുഹൈൽ ബിൻ ഹനഫി എന്ന സ്വഹാബി ഒരിക്കൽ, സുഹൈൽ ബിൻ ഹനഫിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൊറുക്കൊക്കെ സൗന്ദര്യം നമുക്ക് ആരും അട്രാക്ട് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ക്യൂട്ട് എന്നൊക്കെ നമ്മള് ജൻസി കാലഘട്ടത്തിലുള്ള ആളുകൾ വിളിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഒരിക്കല് ആമിർ റളിയല്ലാഹു അൻഹു നടന്നു പോയി. അപ്പോൾ സഹൽ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ
ഒരു കുളിക്കാണ്, കിണറിന്റെ അവിടെ നിന്ന് കുളിക്കാണ്. അപ്പൊ കുളിക്കുന്ന സമയത്ത് അമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ത് നല്ല ഭംഗി സൗന്ദര്യമുള്ള വ്യക്തിയാണ് സഹൽ റളിയല്ലാഹു അൻഹു. അപ്പൊ അമർ റളിയല്ലാഹു അൻഹു പറയാണ് എന്ത് നല്ല ഭംഗിയുണ്ട്. ഉടനെ എന്ത് ചെയ്യാണ് സഹൽ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണാണ്. അങ്ങനെ ഈ സംഭവം എന്താണ് റസൂലിന്റെ അടുത്തേക്ക് എത്താണ്. അപ്പൊ റസൂൽ എന്ത് ചെയ്യാണ് ഇതിനൊരു പരിഹാരമായിട്ട് ആമിർ റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിക്കണം. ആ കുളിപ്പിച്ച വെള്ളം കൊണ്ട് എന്ത് ചെയ്യണം സഹൽ റളിയല്ലാഹുവിന്റെ മേത്തേക്ക് ആ വെള്ളം തട്ടണം എന്നുള്ളതാണ്. അങ്ങനെ അതേപോലെ എന്ത് ചെയ്തു സ്വഹാബത്ത് ഈ കാര്യം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ചെയ്ത് അത് നേരെ എന്തായി സഹൽ റളിയല്ലാഹുവിന് സാധാ നോർമലി ആയിട്ട് പിന്നെ പെരുമാറാൻ തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ റീലുണ്ടല്ലോ, സെയിം അവസ്ഥ സ്വഹാബികളിൽ ഉണ്ടായത് എന്നുള്ളതാണ്. എങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. സിഹിർ അങ്ങനല്ല, സിഹിർ എന്തായാലും. പക്ഷെ കണ്ണീറിന് സിഹിറിന്റെ അടിയിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് കണ്ണീർ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരാളടുത്ത് പോയിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. സിഹിർ നമ്മൾ പോയി ചെയ്യുക എന്നുള്ളതാണ്. ഒരാളടുത്ത് പോയിട്ട് സിഹിർ ചെയ്യുക മനഃപൂർവ്വം ചെയ്യുക ഹറാമാണ്. ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യത്തിലാണ് സിഹിറിന് എണ്ണിയിട്ടുള്ളത് അല്ലെ. സബുൽ മൂബിക്കാത്തിന്റെ കൂട്ടത്തിലാണ് രണ്ടാമതായിട്ടാണ് സിർക്കിന് ശേഷം പിന്നെ എണ്ണീട്ടുള്ളത്. അത്രത്തോളം എന്തുണ്ട് പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. സിഹിറിനും എന്ത് ഇസ്ലാമിൽ വളരെ ബേസ് ആയിട്ടുള്ള കഥ ഉണ്ട്. അതന്നെ വളരെ വ്യക്തമായിട്ട് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്താണ് ഇതിൽ കഥ പറയുന്നുണ്ട്. ഇപ്പോൾ ഇസ്ലാമിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേകമായ ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാണ്. കാരണം ഇത്രയും പവർഫുൾ ആയ ഒരു ഭരണാധികാരിയാണ്. ഈവൻ ബൈബിളിൽ വരെ ഉദ്ധരിച്ചിട്ടുണ്ട്. അത്രയും പവർഫുൾ ഭരണാധികാരിയാണ്. ഈ സുലൈമാൻ നബിയുടെ കാലത്ത് എന്താണ് സുലൈമാൻ നബി പ്രവാചകനായതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് മോചിതകൾ കാണിക്കേണ്ടതാണ്. അപ്പൊ ഈ മോചിതകൾ കാണിക്കുമ്പോൾ ജനങ്ങൾ എന്താണ് അല്ല ഇത് മോചിതത്തല്ല ഇത് സിഹിറാണ്. അമ്പിയാക്കൾക്കും മുസ്ലിങ്ങൾ കൊടുക്കുന്ന പ്രത്യേക കഴിവാണ്. എല്ലാവർക്കും പഠിച്ചാൽ കൊടുക്കില്ല. തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ഈ ജനങ്ങൾ എന്താണ് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഇതെന്താണ് മോചിതത്തല്ല ഇത് സിഹിറാണെന്ന് പറഞ്ഞ് വാദിച്ചു വരിക. സ്വാഭാവികമായിട്ട് നമുക്കിപ്പോ ഒരു അത്ഭുതകരമായ മാനുഷികമായിട്ട് കാണുക എന്നുള്ളതാണ് നമ്മൾ അതിൽ പറയും. അതേപോലത്തെ ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളും അത് ഉദ്ധരിച്ചത് അങ്ങനെയാണ്. മാരണാണ്, ബ്ലാക്ക് മാജിക് ആണെന്നുള്ള വളരെ വ്യക്തമായിട്ടാണ് ജനങ്ങൾ പറയുന്നത്. പക്ഷെ അത് എതിർത്തുകൊണ്ടാണ്. പക്ഷെ അത് അങ്ങനെയല്ല. ഇത് അമ്പ്യാക്കൾക്ക് കൊടുത്തത് സിഹിറല്ല, തെളിയിക്കാൻ വേണ്ടിട്ട് എന്താണ് ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞ 2 മലക്കളാക്കുന്നത്. ഈ ഹാറൂത്ത് മാറൂത്ത് ചെയ്യുന്ന ആദ്യത്തെ പണി എന്താ വെച്ചാൽ ജനങ്ങളെ ഞങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ചു തരാം, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഒറ്റ കാര്യം ഒരു കാരണവശാലും നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തരുത് എന്നുള്ള അല്ല തക്കതായ വളരെ കൃത്യമായിട്ട് മുഫസ്സിരീൻ ഖുർആന്റെ വ്യാഖ്യാനം പറയുന്നിടത്തൊക്കെ പറഞ്ഞിട്ട് അത്രയും താക്കീത് കൊടുത്തിട്ട് പറഞ്ഞിട്ടും ജനങ്ങൾ എന്താണ് അതിന് എന്താണ് ചെയ്യാൻ പറഞ്ഞത് നേരെ ഉൾട്ടായി ചെയ്യാണ്. ഇതിലൂടെ എന്താണ് ഒരുപാട് ഫിത്തനകൾ ഉണ്ടാവാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാമിലിയിൽ വരെ ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ വരെ തകർക്കുക എന്ന രൂപത്തിലേക്ക് വരാൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സുഹൃത്തുക്കൾക്കിടയിലുള്ളത് കുടുംബ ബന്ധം തകർക്കുക എന്നുള്ളതൊക്കെയാണ്. അതേപോലെ തന്നെ സുലൈമാൻ നബിന്റെ കഥ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം പറയുന്നത് മൂസാ നബിന്റെ കഥയാണ്. മൂസാ നബിന്റെ കഥ പറഞ്ഞിടത്ത് പഠിച്ചവൻ ആ വേർഡ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ സിഹിർ എന്നുള്ളതാണ്. ഈ സിഹിറിനുള്ള വേർഡിന്റെ അർത്ഥം തന്നെ മിസ്റ്ററി എന്നുള്ളതാണ്, നിഗൂഢത. നമുക്ക് ആർക്കും അതിനെ കുറിച്ച് എന്തില്ല ധാരണയില്ല, അതെന്താണ് ഏതാണ്. പക്ഷെ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ ചുറ്റുപാടും, ഒരുപാട് ചുറ്റുപാടാണ്. ഇപ്പോൾ ഇതേപോലത്തെ ഈ സിഹിറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കഥ അനുഭവം ഉണ്ട്. പിന്നെ സുഹൃത്ത് ഓൻ്റെ ഒരു ഫാമിലി നടന്ന സംഭവം പറയണം. ഓൻ അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുന്ന ഫാമിലിയാണ്. ഓൻ്റെ വാപ്പ ഒരു ഉസ്താദുമാണ്, മദ്രസയിലെ പള്ളിയിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണ്. അപ്പോൾ ഓനോ ഇതുമായി ഓനക്ക് എന്നും ടെൻഷനും പ്രയാസമൊക്കെ ആയ സമയത്ത് നമ്മൾ ഒരിക്കൽ ചോദിച്ച സമയത്ത് ഓൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഓൻ്റെ വീട്ടിൻ്റെ അത്യാവശ്യം ഒറ്റ വിശാലമായിട്ടുള്ള വീടാണ്, ഓനക്കൊരു പറമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ പറമ്പെന്ന് ഒരിക്കലും എന്ത് ചെയ്യാണ് ഒരു പൊതിയുള്ള കവറ് കിട്ടുകയാണ്. അപ്പോൾ ഓൻ്റെ വാപ്പ ഉസ്താദായതുകൊണ്ട് തന്നെ ഓൻ്റെ വാപ്പാക്ക് ഒരു ഡൗട്ട്, ഇത് വേറെ വല്ലതും ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല, നമ്മൾ അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്ത നമ്മൾ കണ്ടെത്തുന്ന എന്തെങ്കിലും കിട്ടുമ്പോൾ അല്ലേ. അപ്പോൾ ഓൻ്റെ വാപ്പ എന്ത് ചെയ്തു, ഇത് മെല്ലെ ഇത് സിഹിറുമായി ഇതൊക്കെ ഇങ്ങനെ അസ്മാന്റെ പണി അയച്ചൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് അതിന്റെ അഹലുകാരത്ത് പോയിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ കാര്യം അവതരിപ്പിച്ചു. അങ്ങനെ അയാൾ വന്നിട്ട് ഇവന്റെ വീട്ടിലേക്ക് വന്നു. ഇവന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു, നോക്കി. അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി. അയാൾ പറഞ്ഞു ഇത് സംഭവം സിഹിർ തന്നെ, ആർക്കോ നിങ്ങൾക്ക് വേണ്ടി ചെയ്താണെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലി ഖുർആൻ ആയത്ത് കൂതിയിട്ട് എന്ത് ചെയ്തു, ആ കെട്ടയച്ചു നോക്കിയപ്പോൾ ഒരു നമുക്ക് കണ്ടാൽ തന്നെ അത്ഭുതം തോന്നുകയാണ്. ഒരു 50
പൈസന്റെ ഒരു കോയിനാണ് അതിലുള്ളത്. പിന്നെ കുറച്ച് അറബി ലെറ്റേഴ്സ് എന്നുള്ളതാണ്, അസ്മാകളായിട്ട് എഴുതിയിട്ടുള്ള ലെറ്റേഴ്സുകളാണുള്ളത്. അപ്പോൾ സിഹിർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് മെറ്റീരിയൽ വസ്തുക്കളാണ്. ഇപ്പൊ നമ്മള് റസൂലിന്റെ കഥയിൽ നോക്കിയാലും റസൂലിന് വരെ സിഹിർ ഇട്ടിട്ടുണ്ട്. റസൂലിന്റെ സിഹിർ ചെയ്തിട്ടുള്ളത് ലബീദ് ബിൻ ആസം എന്ന് പറഞ്ഞ ജൂതനാണ് അല്ലെ. ആ ജൂതനായ വ്യക്തി ചെയ്യുന്നത് റസൂലിന്റെ മുടി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് സാധനങ്ങൾ എന്നുള്ളതാണ്. നമ്മളെ വസ്ത്രങ്ങള്, നമ്മളെ മെറ്റീരിയലിന് ഇതിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് മറ്റൊരു വിശാലമായ സാധനം. സിഹിർ നമ്മൾ വളരെ വിശാലമായിട്ടുള്ള സാധനമാണ്. നമ്മൾ അതിലേക്ക് ആയത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് കഥകൾ കേൾക്കും. ഈ സിഹിർ കൊണ്ട് മരിക്കുന്ന ആളുകൾ വരെയുണ്ട്. എൻ്റെ അടുത്ത നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ലോകത്തുള്ള ആളുകൾ എന്താ വെച്ചാൽ ഇത് വിശ്വസിക്കൂല എന്നുള്ളതാണ്. ഇപ്പൊ നിരീശ്വരവാദികളൊക്കെ പറയാം എന്താ അങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ മെറ്റീരിയൽ സാധനത്തിലേക്ക് നമ്മളിതിന് ചർച്ച ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് വെസ്റ്റിലേക്കാണ് എത്തുന്നത്. വെസ്റ്റില് ബ്ലാക്ക് മാജിക് എന്ന് അതിന് അറിയപ്പെടുന്നത് വിശാലമായ ഒരു ലോകമുണ്ട് വെസ്റ്റില്. നമ്മളത് ചർച്ച ചെയ്യാൻ നിന്നാൽ ഇതിന് തീരില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന് അക്കാദമിക്കലി എന്തുണ്ട്, ഇതിൽ ചർച്ചകൾ എന്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മള് ആന്ത്രോപോളജിസ്റ്റുകൾ വരെ ചർച്ച ചെയ്യുന്ന ഒരു അക്കാദമിക് സാധനമായിട്ട് വരെ 19ാം നൂറ്റാണ്ട് മുതൽ വരെ ഇത് എന്താണ്, ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ബ്ലാക്ക് മാജിക് എന്താണ്, സയൻസിന് പൂർണ്ണമായിട്ട് വിരുദ്ധമാണ്. മതത്തിനപ്പുറത്തേക്ക് എന്തോ ഒരു വസ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇത് മതം പ്രചരിപ്പിക്കാൻ വരെ പവർ ഉണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിൽ. പക്ഷെ ഇപ്പോഴത്തെ ആളുകളൊക്കെ അതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പ്രധാനമായിട്ടും വെസ്റ്റിൽ ഇതിന് 3 തരത്തിലാണ് കാണുന്നത്. ബ്ലാക്ക് മാജിക്, വൈറ്റ് മാജിക്, പിന്നെ ഗ്രാം എന്നുള്ള 3 കളറാണ്. ഇസ്ലാമിൽ ആകെ ഒറ്റ സിഹിറായിട്ട് ഇതിന് കാണുന്നത് അസ്ഹിറുൽ അസ്വദ്, ബ്ലാക്ക് മാജിക് എന്നുള്ളതാണ്. ഇസ്ലാമിൽ അതിന് അടിസ്ഥാനമുണ്ട്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ അങ്ങനെ റസൂൽ അവിടെ ഇവിടെ കയറ്റത്തിന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇല്ലുമിനാറ്റി ഒക്കെ ആയിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ജൂതന്മാർക്ക് ഇതിന് നല്ലതുണ്ട്. ജൂതന്മാരെന്ന് മാത്രമല്ല, ക്രിസ്ത്യാനികളിലുണ്ട്, ഹിന്ദുക്കളിലുണ്ട്, എല്ലാ മതസ്ഥരിലും സാധനം എല്ലാവരും അംഗീകരിക്കുന്ന നോർമൽ ആക്കി വരുന്ന സാധനമാണ്. പക്ഷെ ഇത് ബാക്കി കേൾക്കുന്ന ആളുകൾ എന്താവില്ല, ഇത് വിശ്വസിക്കൂല. ഈ കഥ അതിന് അടിസ്ഥാനം ഉണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് കഥകൾ അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ചില ആളുകൾ റീലിലൊക്കെ ഇടലുണ്ട്, എന്റെ ലൈഫ് മൂഞ്ചിയിട്ടാണ്, എന്റെ ലൈഫ് അങ്ങനെയാണ്, എന്റെ ലൈഫ് എനിക്ക് പൈസ ഒന്നുമില്ല. ചിലപ്പോ അതിന് പിന്നിലൊക്കെ ഇതുപോലത്തെ സാധനങ്ങൾ. പക്ഷെ എല്ലാം നമ്മളെന്താൻ പറ്റൂല, എല്ലാം അങ്ങനെ ആക്കാൻ പറ്റില്ല. എനിക്ക് സീറാറ്റിയാണ് ചിലപ്പോ സ്വാഭാവിക ചില കയ്യിലിരിപ്പോണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും. മോൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ അവസ്ഥ എന്നുള്ളൊക്കെ അങ്ങനത്തെ ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ബ്ലാക്ക് മാജിക് പൂർണ്ണമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എളുറു വല ഇൻഫോ എന്നുള്ള ടൈമിലാണ്. ഇതുകൊണ്ട് ഒരു ഉപകാരമില്ല, പൂർണ്ണമായിട്ട് ഉപദ്രവം മാത്രമേ ഉള്ളൂ. പക്ഷെ വൈറ്റ് മാജിക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് പറയുമ്പോഴാണ്, ഈ വൈറ്റ് മാജിക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് നമ്മൾ എന്താകുന്നത്, ഈ സഫാരി ചാനലിൽ വന്ന സന്തോഷ് ജോർജ് കുളങ്ങറിന്റെ ഒരു യാത്ര ഉണ്ട്. മൂപ്പര് ആഫ്രിക്കൻ കൺട്രീസിലേക്ക് പോകുന്ന ഒരു യാത്ര ഉണ്ട്. അപ്പൊ ആ യാത്രയിൽ മൂപ്പര് ഒരു മാർക്കറ്റിലേക്ക് എത്താണ്. ആ മാർക്കറ്റിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക്കിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, സജീവമായിട്ടാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ പോലത്തെ പോത്തിന്റെ തല, ആടിന്റെ കാല്, അങ്ങനെ കാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എന്താകുന്നത് ഇവര് ഉപയോഗിക്കുന്നതാണ്. ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നത്. പക്ഷെ അവര് നോർമലാണ് ആ സാധനം. അതാണ് വെസ്റ്റിൽ ചെയ്യുന്ന വൈറ്റ് മാജിക് കാര്യമായിട്ട് ഇവര് ഉപയോഗിക്കുക. കാമുകിന്മാരെ വീഴ്ത്താൻ വേണ്ടിയിട്ട്, ഓരോ സെറ്റാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവര് കാര്യമായിട്ട് ഇതിന് ഉപയോഗിക്കുക. പക്ഷെ ബ്ലാക്ക് മാജിക് നേരെ ഓപ്പോസിറ്റ് ആണ്. ഗ്രേ മാജിക് ഉണ്ട്, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതുള്ളത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പരാമർശിക്കുന്ന ജൂതന്മാരാണ്. ഈ ജൂതന്മാർക്ക് എന്താ, ജൂതന്മാർക്ക് വേറൊരു കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, സുലൈമാൻ നബിന്റെ കാലത്ത് ഇങ്ങനെ ചൂഷണം ചെയ്തിരുന്നു. ഈ ജൂതന്മാരെന്താണ് അതേ സമയത്ത് എന്താണ് സുലൈമാൻ നബിന്റെ സമയത്ത് ഈ ഹാറൂത്തിനെ ഇറക്കിയ സമയത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്ത് സിഹിറിനെ കുറിച്ച് ഒരുപാട് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ കിട്ടിയ പോയിന്റുകൾ വെച്ചിട്ട് ഒരു ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ സാധനം ഉപയോഗിക്കുകയാണല്ലോ. അപ്പോൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ് സുലൈമാൻ നബിന്റെ കാലത്ത് ഒരിക്കലും യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം അത്രയും പവർഫുൾ ഭരണാധികാരിയാണ് സുലൈമാൻ നബി. അപ്പൊ എന്താണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം എടുത്ത് എന്താണ് കത്തിക്കുന്നുണ്ട്, അല്ല കുഴിച്ചു മൂടുന്നുണ്ട്. കുഴിച്ചു മൂടിയിട്ട് എന്താണ് അവിടെ സിംഹാസനം അവിടെയാണ് സ്ഥാപിക്കുന്നത്. ഒരുപാട് പവറുകളുള്ള അവിടെ സ്ഥാപിക്കുന്നത് മാത്രമല്ല, ഒരു സുലൈമാൻ നബിന്റെ വഫാത്തിന് ശേഷം അല്ലെങ്കിൽ സുലൈമാൻ നബിന്റെ കാലത്തിന് ശേഷം എന്താണ് ഈ ജൂതന്മാരെന്താണ് എങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നത് അതേമാതിരി ആയിരുന്നു. അഥവാ എന്താണ് ആ കൊട്ടാരം മാറ്റി
മണ്ണ് മാന്തി അവരുടെ ഗ്രന്ഥം പുറത്തെടുത്ത് അവരെങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്നത് അതേ രൂപത്തിൽ എത്തി. കാരണം അതിനെ അവർ വീണ്ടും ചൂഷണം ചെയ്യാണ്. അതുവഴി സമൂഹം ആകെ വൈകിട്ടിലാണ്. ജൂതന്മാർക്ക് ഇതിന് മറ്റൊരു വിശാലമായിട്ടുള്ള ഒരു സാത്താൻ സേവ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഉണ്ട്. നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ അതിന്റെ ആയത്തിലേക്ക് എത്തുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന, നമ്മൾ നെട്ടിപ്പിക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട് ലോകത്തിന്റെ വിശാലാർത്ഥത്തിലേക്ക്. ചിലപ്പോൾ ആളുകളൊക്കെ എന്താക്കാം, അതിനെക്കുറിച്ച് നെട്ടിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പൊ ജൂതന്മാരിൽ മാത്രമല്ല, ക്രിസ്ത്യാനികളിലുണ്ട് സാധനങ്ങളുണ്ട്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോളനിവൽക്കരണ കാലത്ത് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്നത്, അവരുടെ മതം പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഈ ബ്ലാക്ക് മാജിക്. മംഗോളികൾക്കാണ് ഇത് പൂർണ്ണമായിട്ടും ഇങ്ങനത്തെ ഈ തലയോട്ടികൾ ഉപയോഗിക്കുക, എല്ലുകള് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്താവുന്നത് ഇവർ ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്നത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ പുറത്തുള്ള ആളുകൾ എന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും എന്തില്ല, ഇതിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒരു അങ്ങനത്തെ ഒരു ഫാക്ടറിലാണ് ആളുകൾ ഇത് കാണുന്നത് എന്നുള്ളതാണ്. ഇതിന് മരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. ഒറ്റടിക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ഘട്ടമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതിന്റെ അഹിലുകാരുണ്ട്. അഹിലുകാർ എന്നാണ് ഇസ്ലാമിൽ അതിന് ടേം ചെയ്തിട്ട് പറയുന്നത്. അസ്മാവും അതൊക്കെ അറിയുന്ന ആളുകൾ അതിന് അത്രയും പവർഫുൾ ആയിരിക്കണം. കാരണം പിശാചായിട്ടുള്ള കളിയാണ്, ശൈത്താനായിട്ടുള്ള കളിയാണ്. അപ്പൊ ചെറിയ ഉദാഹരണമായിട്ട് നബിതങ്ങൾ കൊടുക്കണില്ല. നബിതങ്ങൾ ലബീദ് ബിൻ ആസിം ചെയ്യുമ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റേറ്റുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിൽ 2 സൂറത്ത് ആയ പേരിലാണ്. അതായത് ലബീദ് ബിൻ ആസിം ചെയ്യണത് ഒരു ഓലന്റെ മേലിൽ 11 കെട്ട് കെട്ടിട്ട് റസൂലിന്റെ മുടി ഉപയോഗിച്ചിട്ടൊക്കെയാണ്. അത് കിണറിന്റെ അടിയിൽ നിന്നുള്ള അതും ആ കിണറിന്റെ വെള്ളം പവർ ഉണ്ട്. ജിബ്രീൽ മുഖേന ഫലക്ക് നാസിറിനെ 2 സൂറത്ത് ഇറക്കുകയാണ്. എന്നിട്ട് അതിലൂടെ അതായത് ഫലക്ക് നാസും കൂടി കുട്ടിയാൽ 11 ആയത്താ കിട്ടി, 11 കെട്ടുകൾ ഒഴിവാക്കിയിട്ട് എന്നുള്ളതാണ്. അഖിലുകാർക്കുണ്ട്, ഓർക്കോലെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നമ്മളെ സർവ്വസാധാരണ ആളുകൾ ഇത് നമുക്ക് വേണമെങ്കിൽ തടയാം. നമ്മൾ ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, ഒരുപാട് ദിക്റുകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ മതസ്ഥർക്ക് അവരുടേതായ ചെല്ലലും പറച്ചിലൊക്കെ ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് എന്താവും, സ്വാഭാവികമായിട്ടും അവരെ ചെയ്യാൻ മാറ്റുക എന്നുള്ളതൊക്കെയാണ് അതിന് പ്രതിവിധി. ഏതായാലും ഇത് പൊതുവെ പൊതുജനങ്ങൾക്കിടയിൽ ചില ആളുകൾ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവും. അറിയുന്ന ആളുകൾ, അനുഭവിച്ച ആളുകൾക്കാണ്. ബെന്യാമീനൊക്കെ പറഞ്ഞതുപോലെ നീ കേൾക്കാത്ത, നിങ്ങൾ അനുഭവിക്കാത്ത കഥകളൊക്കെ നിങ്ങൾക്ക് വെറും കെട്ടുകഥകളായേക്കാന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ട് അവരോട് പറയാനുള്ളത്. നമ്മൾ അനുഭവിക്കാത്തത് നമുക്കൊരു കെട്ടുകഥയാണ്. ഓ ഇതൊരു സൂപ്പർമാൻ കഥകള്, അങ്ങനത്തെ ഒരു ടൈപ്പ് സൂപ്പർ ഹീറോ കഥകൾ പോലത്തെ മിത്ത്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് വളരെ വ്യക്തമായ വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, കെട്ടുകഥകളെ പോലെ തന്നെ. അതേപോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇതിന്റെ അടിയിലും ഒരുപാട് കമന്റുകൾ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഈ മൂല്യരുട്ടാൾ എന്തൊക്കെയാ പറയുന്നത്, അങ്ങനത്തെ സാധനം നിരീശ്വരവാദികൾ ഉണ്ടാവും, ഇതിനെ എതിർക്കുന്ന ആളുകളൊക്കെ, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. ഏതായാലും നമുക്ക് ഇതിനെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ചുറ്റും, നമ്മൾക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും സിഹിർ എന്നുള്ള വേർഡ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് നമുക്കും അത് പൂർണ്ണമായിട്ടും നിഗൂഢമാണ്. നമുക്കത് റിവീൽ ചെയ്യാൻ അറിയില്ല എന്താണ് അതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.